ഗൈസ് നമ്മളെ കേരള MPDക്ക് ഇവിടെ വന്ന കോടികളുടെ നഷ്ടമാണ് ഇപ്പൊ ഉണ്ടായേക്കുന്നത്. കാരണം ഇത്രയും വണ്ടി കൂടെ പെറ്റി അടിച്ചായിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു പൈസ. ഞാൻ തിരിച്ച് പറഞ്ഞുതരാം. Hi, it's me Amal Bekas from Motocult. നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ഓട്ടോ ഷോകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഓട്ടോ ഷോകൾ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് UK വന്നിട്ട് ഇവിടെ ഓട്ടോ ഷോ കാണാൻ വന്നിരിക്കുകയാണ്. വിഷ്ണു ഉണ്ട് എൻ്റെ കൂടെ. അപ്പം എന്തൊക്കെയാ വിഷ്ണു ഇവിടെ മെയിനായിട്ട് വണ്ടികൾ? ഇവിടെ എല്ലാ ടൈപ്പ് സാധനങ്ങളും കിടപ്പുണ്ട്. ബെൻസ് വേണോ, BM വേണോ, ഓഡി വേണോ, പോർഷ വേണോ, അതൊന്നുമല്ല ഇനി പഴയ ടൈപ്പ് വണ്ടികൾ കിടപ്പുണ്ട്, പണ്ടത്തെ റയർ ആയിട്ടുള്ള വണ്ടികൾ കിടപ്പുണ്ട്. എല്ലാം കാണിച്ചു തരാം. അതെ അതെ. അപ്പൊ നമ്മള് വണ്ടികളെല്ലാരും നമുക്ക് കാണാം. UK എപ്പിംഗ് ഫോറസ്റ്റിലാട്ടോ ഈ ലൊക്കേഷൻ വരുന്നത്. നമ്മളെ എയറോഡ്രാമിന്റെ ഉള്ളിൽ തന്നെയാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഒരുപാട് വണ്ടികൾ, ഇപ്പോൾ BM, ഓഡി, ബെൻസ് എല്ലാ വണ്ടികളും ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര നമ്മളെ നാട്ടിലെ ഒരു ടൈപ്പ് ഓഫ് കൾച്ചർ അല്ല, വേറെ ടൈപ്പാണ് ഇവിടെ എല്ലാം ഉള്ളത്. പക്ഷെ ഭയങ്കര രസമാണ് വണ്ടികൾ കാണാൻ. നമുക്ക് ഓരോരോ വണ്ടികളായിട്ട് ഇങ്ങനെ കാണാം. BMന്റെ ഒരു M3 ഉണ്ട് കേട്ടോ, ഫുൾ സ്പെക്കാണ്, ബ്ലൂ ഷെയ്ഡ് വരുന്ന വണ്ടികൾ. ഈ റോ ഫുള്ള് BM ആട്ടോ. ഈ റോ ഫുൾ BM ആണ്. പേർപ്പിൾ. My bodies they so trap giddy, yeah. Pictures showing off titties, yeah. My pussy bigger than the door. Oh, engine bay undo. Engine bay ഒരു BM ന്റെ engine bay undo. Yeah. ഒന്നും പറയില്ല കേട്ടോ, ഈ ബ്ലാക്ക് എയർ ആണ്, ഒന്നും പറയില്ല. M4 ആണ് കേട്ടോ. M4, M3, M2 അങ്ങനെ ഒരുപാട് വേരിയന്റ് വണ്ടികൾ ചെയ്ത വണ്ടികളുണ്ട്. ഇത് കണ്ടോ, ഒരു വിന്റേജ് വണ്ടിയാണ്. നമ്മളെ ഇതിൽ എൻജിൻ ബേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫോർഡിനൊരു വണ്ടിയാണ് കേട്ടോ. ഒരു രക്ഷയില്ല കാണാൻ. അടിപൊളി കളർ, അടിപൊളി സ്റ്റാൻസ്, പിന്നെ സീറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, റാലി സീറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര ഭംഗി. ഒരു രക്ഷയില്ല. സ്റ്റേഷൻ വാഗൻ ആണ്, സ്റ്റേഷൻ വാഗൻ സ്പെക്കാണ്. ടൈമിംഗ് ഒക്കെ മാറാൻ ഭയങ്കര എളുപ്പമാണ്. ടൈമിംഗ് എല്ലാം പുറത്തുണ്ട്, പെട്ടെന്ന് തന്നെ മാറാം. ഓക്സിലറി ബെൽറ്റും ഒക്കെ അകത്ത്, ആൾട്ടർനേറ്റർ ബെൽറ്റ്, ടർബോ. ഈ വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ടൈമിങ്ങിന് വലിയ ലേബർ ഒന്നും വരത്തില്ല, സ്വന്തമായിട്ട് വീട്ടിൽ തന്നെ മാറാവുന്നേ ഉള്ളൂ. മസ്ത കേട്ടോ. ഓ, എൻജിൻ ബേ കണ്ടോ, പൊന്നോ, ഒന്നും പറയാനില്ല. But you can't sit on the dyno then, you need to get them booked in sooner rather than later. Make sure you get a chance to do some runs. അകത്ത് ഫുള്ള് സ്പീക്കർ കേട്ടോ വണ്ടി, ഫുൾ സ്പീക്കറും നൈട്രസും കുറെ ടാങ്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് വണ്ടി. ഒന്നും പറയാനില്ല. സ്റ്റാൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് സ്റ്റാൻസ്. ഒരു സ്കൈലൈൻ കിടപ്പുണ്ട് കേട്ടോ അവിടെ, ഒരു ക്ലീൻ സ്പെക്ക് സ്കൈലൈൻ. Umbrella that we've got just over there. Blake, go and check him out. Very talented young man, just 10 years old. Big future ahead of him. Guys, നിങ്ങൾ ഈ വണ്ടി കണ്ടോ, ഫുള്ള് കാർബൺ ഫൈബർ കേട്ടോ. ബോഡി ഫുള്ള് കാർബൺ ഫൈബർ, എല്ലാ പാർട്സും കാർബൺ ഫൈബർ, ഫുള്ളി കാർബൺ.
എയർ ആണ് കേട്ടോ ഈ വണ്ടി, എയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത്ര നേരം ഫുൾ ഡ്രോപ്പ് ആയിരുന്നു, ഇപ്പൊ പൊങ്ങുന്നുണ്ടോ. ഒരു ഇന്റഗ്ര കിടക്കുന്നുണ്ട് കേട്ടോ, ഒന്നും പറയാനില്ല. ഇന്റഗ്ര മസ്തയാണ്. നാർഡോഗ്ര, സുബാറു കിടപ്പുണ്ട്. 370 സെറ്റ് കിടപ്പുണ്ട് കേട്ടോ. നമ്മളെ നാട്ടിലെ പോലെയല്ല, ഇവിടെ ഗവൺമെന്റ് ലീഗലായിട്ടുള്ള സംഭവമാണ് ഇവിടുത്തെ മോഡിഫിക്കേഷൻ. കാരണം വെച്ചാൽ ഇവിടുത്തെ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ളൊരു ഷോ വരുന്ന സമയത്ത് ഇവിടെയുള്ള എല്ലാ കാറുകളുടെയും പിന്നെ ഓണേഴ്സ് ആണെങ്കിലും പിന്നെ ഈ പറഞ്ഞ ആൾക്കാരാണെങ്കിലും പോലീസ് ആണെങ്കിലും ഒക്കെ വന്ന് ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടീവാണ്. ഇവിടുത്തെ ഗവൺമെന്റ് ഭയങ്കര സപ്പോർട്ടാണ് ഇവരുടെ മോഡിഫിക്കേഷന്. അപ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും, നമ്മുടെ നാട്ടിൽ പോലീസ് വന്ന് ഫുൾ ബഹളായി ഫുൾ സീനായി മൊത്തത്തിൽ പ്രശ്നമായിരിക്കണ സമയമായിരിക്കും. ഇതൊരു നിസാന്റെ ജുക്കാണ് കേട്ടോ. ജുക്ക് ഫുള്ളി മോഡിഫൈ ചെയ്ത് ഫുള്ള് ലോവറൊക്കെ ചെയ്ത് ഒരു ജപ്പാൻ സ്പെക്കാണ് വണ്ടി. ഒന്നും പറയാനില്ല വണ്ടി. ഇതിവിടെ റാപ്പ് ചെയ്യുന്ന ഒരു ടീമാട്ടോ, ഒരുപാട് കസ്റ്റമൈസ് ചെയ്യുന്ന റാപ്പ് പരിപാടികളൊക്കെ ചെയ്യുന്ന ടീം, അവരുടെ വണ്ടികളൊക്കെ. ഫോർഡിന്റെ 427 കോർസ എന്ന മോഡലാട്ടോ. ഇത് വിൻറ്റേജ് കാറാണ്. എക്സോസ്റ്റ് ഒക്കെ ഉണ്ട്. എക്സോസ്റ്റ് ഒക്കെ ഇവിടെ കേട്ടോ കൊടുത്തിരിക്കുന്നത്. കോർവെറ്റിന്റെ എഞ്ചിന് സ്വാപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സ്വാപ്പ് എഞ്ചിനാണ്.
നമ്മുടെ നാട്ടിലൊക്കെ എൻജിൻ സ്വാപ്പ് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഇവിടുത്തെ എൻജിൻ സ്വാപ്പ് എന്നൊക്കെ പറഞ്ഞാല് വേറെ എക്സ്ട്രീം ലെവൽ സ്വാപ്പിംഗ് ആണ്. 7 ലിറ്റർ ആണ് എൻജിന്. ഫോർഡിന്റെ GT40 എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാട്ടോ. ഭയങ്കര ഭംഗിയായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്, ഒന്നും പറയാനില്ല. വണ്ടി ഹൈറ്റ് എന്ന് പറഞ്ഞ സാധനമില്ല, ഭയങ്കര ഹൈറ്റ് കുറവാ. എൻജിൻ ബാക്കിലാണ് വരുന്നത് കേട്ടോ, എൻജിൻ ബാക്കിലാണ് വരുന്നത്. ശരിക്കും എയറോപ്ലെയിൻ ഒക്കെ പോകണ്ട. എക്സോസ്റ്റ് ഉണ്ട്, 2 എക്സോസ്റ്റ് ആണ് ബാക്കിൽ വരുന്നത്. ഗൈസ്, ഇത് മാസ്ഡയുടെ MX-5 ആണ് കേട്ടോ. ഇതൊരു പ്രത്യേകത ഉണ്ട്, ഇതൊരു എൻജിൻ സ്വാപ്പ് ചെയ്ത വണ്ടിയാണ്. ഇതൊരു കിഡ് കാറാണ്. ഒരു BMW-ന്റെ 6 സിലിണ്ടർ എൻജിൻ കേട്ടോ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. കിഡ് കാർ എന്ന് പറയുന്നത് നമുക്ക് വണ്ടി നമുക്ക് തന്നെ ബിൽഡ് ചെയ്ത് ഇറക്കാം. ഇപ്പം ഇതെന്ന് പറയുന്നത് മസ്തയുടെ MX-5 ആണ്. ബോഡിയും ചേസും അത് ആൾട്ടർ ചെയ്ത് അതിനകത്ത് BM-ന്റെ എഞ്ചിൻ സ്വാപ്പ് ചെയ്ത് കയറ്റിയേക്കുക. ഇതിനകത്ത് BM-ന്റെ ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിൻ ആയിരിക്കുന്നത്. ഇതിപ്പോൾ നാട്ടിലൊന്നും പറ്റത്തില്ല, ഇവിടെ ആണെങ്കിൽ നമുക്ക് കിഡ് കാറായിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിപ്പം മസ്ത ഉണ്ടാക്കുന്നവരുണ്ട്, ഫെറാറിയുടെ വണ്ടികൾ ഉണ്ടാക്കുന്നവരുണ്ട്, ചിലർ BM-നകത്ത് ഇപ്പം 2JC എഞ്ചിൻ അല്ലെങ്കിൽ സുപ്രയ്ക്കകത്ത് നമുക്ക് BM-ന്റെ എഞ്ചിൻ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എഞ്ചിൻ സ്വാപ്പ് ചെയ്യാൻ പറ്റും. വണ്ടികളുടെ ബോഡിയിൽ ആൾട്രേഷൻ കാര്യങ്ങളെല്ലാം വരുത്താൻ പറ്റും. അത് ലീഗലായി തന്നെ നമുക്ക് റോഡിൽ ഇറക്കാൻ പറ്റും. അത് കിഡ് കാറായിട്ട് രജിസ്റ്റർ ചെയ്യണം. അതിന് സെപ്പറേറ്റ് ആണ് ഇൻഷുറൻസ് കാറ്റഗറിയും ടാക്സും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റാണ് വരുന്നത്. അത് മോഡിഫിക്കേഷൻ കാറ്റഗറി വരും. എൻ്റെ ഒരു ഫേവറേറ്റ് കാറാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ടൈപ്പർ, ഹോണ്ട സിവിക് ടൈപ്പർ. പെർഫെക്റ്റ്ലി സ്റ്റോക്കാണ്, പക്ഷെ ഭയങ്കര ഭംഗിയാണ് വണ്ടി കാണാൻ. അത് അങ്ങനെ അടിപൊളിയായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ വണ്ടി. എന്ത് രസമാണെന്ന് പറയാം വണ്ടി കാണാൻ. വൈറ്റ് ആണ് വണ്ടി. ഇത് കംപ്ലീറ്റ്ലി സ്റ്റോക്ക് ആയിട്ടുള്ള വണ്ടിയാണ് ടൈപ്പർ.
നമ്മളെ കേരള MVDക്ക് ഇവിടെ വന്ന കോടികളുടെ നഷ്ടമാണ് ഇപ്പൊ ഉണ്ടായേക്കുന്നത്. കാരണം ഇത്രയും വണ്ടി കൂടെ പെറ്റി അടിച്ചായിരുന്നെങ്കിൽ അവർക്ക് നല്ലൊരു പൈസ ഞാൻ തിരിച്ച് പറഞ്ഞുതരാം. എന്റെ ഇപ്പൊ ബലമായ ഒരു പേടി എന്ന് വെച്ചാൽ ഇവിടെ നിന്നേന് ഇനി കേരള MVD പെറ്റി അടിക്കുവാന്ന് എന്റെ ഒരു പേടി. നമ്പർ നോട്ട് ചെയ്യും. എന്റെ നമ്പര് നമ്മളെ നമ്പർ കോടികളെ നഷ്ടമായിരുന്നു. UK അങ്ങനെ വന്ന് വീണായിരുന്നെങ്കിൽ കേരള സർക്കാർ എത്ര രൂപ ഉണ്ടാക്കായിരുന്നു. വണ്ടിക്ക് ഒന്ന് 1-2 ലക്ഷം രൂപ വെച്ച് അടിച്ചു കൊടുത്താലും നഷ്ടമില്ല. ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയേ എന്ത് വേണേ നടക്കും. സ്വിമ്മിംഗ് പൂള് സഞ്ജു ടെക്കിക്ക് സ്വിമ്മിംഗ് പൂൾ അല്ല, ഇതിനകത്ത് വേണമെങ്കിൽ എന്താ ഫയർ ഡാൻസ് വരെ നടത്തിയാലും ഇവിടെ ആരും ഒന്നും ചോദിക്കാൻ. സഞ്ജു ടെക്ക് വന്ന സ്ഥലം മാറി. ഇതുപോലുള്ള ഒരുപാട് ഓട്ടോ എക്സ്പോകൾ ഇനിയും വരാനുണ്ട് കേട്ടോ. സമ്മർ ആയതുകൊണ്ട് ഒരുപാട് ഓട്ടോ എക്സ്പോകൾ ഇനിയും വരാനുണ്ട്. അങ്ങനെ എല്ലാ ഓട്ടോ എക്സ്പോകളിലും ഞാൻ പോകുന്നതാണ്. പോയിട്ട് ഒരുപാട് കാറുകളുടെ ബിൽഡും ഇവിടുത്തെ മോഡിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് അമൽ ബൈക്കേഴ്സ്.